ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന അവ്വല ബൈത്തിൻ വുളിഅ ലിന്നാസി ലല്ലദീ ബിബക്കത്ത മുബാറക്കൻ വഹുദൽ ലിൽ ആലമീൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സലാമുൻ അലൈക്കും. 2 ദിവസം മുമ്പ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ മാഷോട് ഞാൻ മുമ്പ് ബക്കയും മക്കയും എന്താണ് എന്നൊന്ന് വിശദീകരിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. മാഷ് മറന്നോ, അതൊന്ന് പറയുമോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് സത്യത്തിൽ എൻ്റെ ഓർമ്മയിൽ നിന്ന് അത് വിട്ടിരുന്നു, സത്യം പറഞ്ഞ. അപ്പോൾ ഉടനെ ഞാനത് പറയാമെന്ന് പറഞ്ഞു അദ്ദേഹത്തിന്. മിനിഞ്ഞാന്നാണത്. അപ്പം ഇനി അത് കൂടുതൽ വൈകിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് തന്നെ അത് പറയുന്നത്. ആ വചനമാണ്, ബക്ക എന്ന് വരുന്ന വചനമാണ് ഞാൻ എൻ്റെ സഹോദരങ്ങളുടെ മുമ്പിൽ വായിച്ച് കേൾപ്പിച്ചത്. നമുക്കറിയാം അതിൻ്റെ ബാഹ്യമായ അർത്ഥതലത്തിനെ കുറിച്ച് ഒരു ചെറിയ സൂചന നൽകാം, ഒരൊറ്റ മിനിറ്റിൽ. അതായത് ഇബ്രാഹിം അലൈഹിസ്സലാമാണ് ഈ മക്കയിലെ കഅബാലയം കെട്ടിപ്പടുത്തതെങ്കിലും അത് ലോകത്ത് ആദ്യമായി നിർമ്മിക്കപ്പെട്ട പള്ളി അതാണ്. പിന്നീട് ചിലപ്പോൾ എപ്പോഴെങ്കിലും പൊളിഞ്ഞു തകർന്നു പോയിട്ട് വീണ്ടും അതിൻ്റെ പുനർനിർമ്മാണമായിരിക്കാം ഇബ്രാഹിം അലൈഹിസ്സലാം നടത്തിയത്. ആ മക്കയുടെ ആദ്യത്തെ പേര് ബക്ക എന്നായിരുന്നു. അതുകൊണ്ടാണ് ഖുർആൻ ആ വാക്ക് ഉപയോഗിക്കാനുള്ള കാരണം. അത് ബക്കയിലുള്ള ആ അവ്വല് ബൈത്ത്, ആദ്യത്തെ വീട് കഅബാലയമാണ്. നമ്മളിപ്പോൾ ഹജ്ജിനൊക്കെ പോകുമ്പോൾ അവിടേക്ക് തിരിഞ്ഞിട്ടാണ് ഇപ്പോൾ നമ്മൾ നമസ്കരിക്കുന്നത്. അതാണ് നമ്മുടെ ഖിബിലയാക്കി നമ്മൾ വെച്ചിട്ടുള്ളത്. അതതിൻ്റെ ബാഹ്യമായ വായനയാണ്, അതിനെ നമ്മൾ നിഷേധിക്കുന്നില്ല. ഇപ്പോൾ ഖുർആനിൽ അഹ്മദ്, മുഹമ്മദ് എന്ന് പറയുന്ന 2 പേരുകളുണ്ട്. ഈസ അലൈഹിസ്സലാം ബനു ഇസ്രായേൽ സമൂഹത്തോട് പറയുന്നുണ്ട്, ബനു ഇസ്രായേൽക്കാരെ, ഞാൻ നിങ്ങളിലേക്ക് വന്ന റസൂലാണ്. മറ്റൊരു ദൗത്യം കൂടി എനിക്കുണ്ട്. നിങ്ങൾക്കൊരു റസൂല് വരും. ആ റസൂലിൻ്റെ പേര് ഇസ്മുഹു അഹ്മദ് എന്ന ആണ് ആ റസൂലിൻ്റെ പേര് എന്ന് പറയുന്നുണ്ട്. നമ്മുടെ പണ്ഡിതന്മാർ, മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത് ആ അഹമ്മദ് തന്നെയാണ് മുഹമ്മദ് എന്നാണ്. ഈ 2 വിഷയത്തിലും അതിനെ നമ്മൾ നിഷേധിക്കാതെ തന്നെ പറയട്ടെ, അള്ളാഹുവിന് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് സംഭവിക്കുകയില്ല എന്നാണ് എനിക്ക് അതിനെക്കുറിച്ച് സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ എനിക്ക് സുഹൃത്തുക്കളാണ്, ഗുരുനാഥന്മാരുടെ സ്ഥാനത്തുമാണ് അവർ. 2 പ്രൊഫസർമാരുണ്ട്, ഇപ്പോൾ റിട്ടയർഡ് ആയിട്ടുണ്ട്. ഒരാളുടെ പേര് അഹമ്മദ് എന്നാണ്, ഒരാളുടെ പേര് മുഹമ്മദ് എന്നാണ്. 2 ആളും 2 തന്നെയാണ്, ഒന്നല്ല എന്നാണ് അതിനെക്കുറിച്ച് സൂചിപ്പിക്കാനുള്ളത്. അതുപോലെ തന്നെയാണ് ഖുർആൻ പറഞ്ഞ അഹമ്മദ് വേറെയാണ്, മുഹമ്മദ് വേറെയാണ് എന്നാണ് അതിനെക്കുറിച്ച്. പിന്നീട് അത് വിശദീകരിക്കാം എന്താണത് എന്നുള്ളത്. ഈ ബക്കയും മക്കയും ഒന്ന് തന്നെയാണ് എന്നുള്ളത് പറഞ്ഞപ്പോൾ അതിന് സാമ്യമുള്ള ഖുർആനിലെ 2 വാക്കുകളും പറഞ്ഞു എന്ന് മാത്രമാണ്. ഏതായാലും 2ഉം 2 തന്നെയാണ്. ബക്ക വേറെയാണ്, മക്ക വേറെയാണ്. ഞാനതിൻ്റെ ലാഹിറല്ല പറയുന്നത് കേട്ടോ. ഇപ്പോൾ സഹോദരങ്ങൾ, ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ ഇപ്പോൾ അയോധ്യ എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്. ആർക്കും അത് നിഷേധിക്കാൻ കഴിയില്ല. അവിടേക്ക് നമ്മുടെ സമൂഹം, മതസമൂഹം, അതിൽ ഭക്തന്മാരായ ആളുകൾ അവിടേക്ക് പോകും. തീർത്ഥാടനത്തിനൊക്കെ പോകാറുണ്ട് അയോധ്യയിലേക്ക്. അവിടെ കുരുക്ഷേത്രം യുദ്ധം നടന്ന സ്ഥലം ഒക്കെയുണ്ട്. കുരുക്ഷേത്രമുണ്ട്, ധർമ്മക്ഷേത്രമുണ്ട്. ഇത് ആ പ്രദേശങ്ങളുണ്ട്. ഇല്ലെന്ന് ചോദിച്ചാൽ അതിനെ നിഷേധിക്കാനേ പറ്റൂല. കാരണം അവിടെ ഇപ്പോഴും ലൈവായിട്ട് അയോധ്യയുണ്ട്. എന്നാൽ ആ വേദം പഠിച്ച ജ്ഞാനികളായ പണ്ഡിതന്മാർ പറയുന്നത്
സ്വാമിമാർ പറയുന്നത് യോദ്ധാക്കളില്ലാത്ത ഭൂമി ഏതോ, അതായത് മനുഷ്യ മനസ്സാണത് എന്നാണ് പറയുന്നത്. ശാന്തമായ, അവിടെ അവൻ്റെ ഉള്ളിൽ യുദ്ധം നടക്കുന്നില്ല, സംഘർഷം നടക്കുന്നില്ല. അപ്പോൾ യോദ്ധാക്കളില്ലാത്ത മനുഷ്യൻ്റെ മനസ്സിനെയാണ് അയോധ്യ എന്ന് പറയുക എന്ന് പറയുന്നുണ്ട്. അത് പഠിച്ച, ആഴത്തിൽ പഠിച്ച ജ്ഞാനികൾ അതിൻ്റെ അർത്ഥം അവർ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. അപ്പോൾ അവർക്ക് വിവരമില്ലാന്നോ, അയോധ്യ എന്ന് പറയുന്ന ഒരു പ്രദേശം ഇവിടെ ഉണ്ടായിട്ടും എന്താണത് മനുഷ്യ മനസ്സാണെന്ന് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവർ അതാണ് അതിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് വന്നിട്ടാണ് അവരത് പറയുന്നത്. ആ അയോധ്യ എന്ന് പറയുന്നത് യോദ്ധാക്കളില്ലാത്ത പ്രദേശം, അത് മനുഷ്യൻ്റെ മനസ്സാണെന്നാണ്. ക്ഷേത്രം എന്ന് പറയുന്നത് മനുഷ്യ ശരീരമാണെന്നും ആ മനുഷ്യ ശരീരം അവൻ്റെ മനസ്സ് ഉൾക്കൊള്ളുന്ന ആ ശരീരം അവൻ്റെ ധർമ്മം ചെയ്യുമ്പോൾ അതാണ് സത്യത്തിൽ അവൻ്റെ ഉള്ളാണ് അവിടെ ധർമ്മക്ഷേത്രം എന്ന് പറയുന്നതെന്ന് അവർ വിശദീകരിക്കുന്നുണ്ട്. ഒരു തീയിനൊരു ധർമ്മമുണ്ട്, വെള്ളത്തിനൊരു ധർമ്മമുണ്ട്, ഒരു ചെടി, ഒരു വൃക്ഷത്തിന് ഒരു ധർമ്മമുണ്ട്, സൂര്യനൊരു ധർമ്മമുണ്ട്. ആ ധർമ്മം നിർവഹിക്കുമ്പോഴാണ് അത് ആ ധർമ്മക്ഷേത്രമാകുന്നത്. ഇപ്പോൾ തീയിൻ്റെ ധർമ്മം, ഇപ്പോൾ തീ കത്തിച്ചാൽ അത് ചൂടാണ്, അത് വെളിച്ചം നൽകുക എന്നുള്ളത് അതിൻ്റെ ധർമ്മമാണ്. ഇനി ഞാനതിൻ്റെ വിഷയത്തിലേക്ക് വരാം, നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ബക്ക പിന്നെ എന്താണ്, മക്ക പിന്നെന്താണ്? ഇന്ന് ബക്ക വിശദീകരിക്കാം, മക്ക അടുത്തൊരു ക്ലാസ്സിൽ വിശദീകരിക്കാം. ബക്ക ഇന്ന അവ്വല ബൈത്തിൻ എന്ന് പറയുന്നത് തന്നെ നമ്മൾ വുളിയ ലിന്നാസി, ഒന്നാമത് അവിടേക്ക് അന്നാസിന് പ്രവേശനമല്ല. രണ്ട്, വുളിയ നിർമ്മിക്കപ്പെട്ടത് എന്ന് പറയുന്നത് ഒരു വീടല്ല. വുളിയ എന്നുള്ള വാക്ക് വേറെ വിശദീകരിക്കണം, അത് പിന്നെ വിശദീകരിക്കാം. വുളിയ എന്ന് പറഞ്ഞാൽ ഒരു കെട്ടിടം പണിയാന്നല്ല. ബൈത്ത് എന്ന് പറയുന്നത് ബാഹ്യാർത്ഥത്തിൽ ഒരു കെട്ടിടമാണെങ്കിലും ഇബ്രാഹിമും അതുപോലെയുള്ള ഒക്കെ കെട്ടിപ്പടുത്ത ആ അറിവിൻ്റെ ചിന്തകളുടെ ബുയൂത്താണത്. അതാണ് ബുയൂത്തുൽ അഫ്കാറാണ്, ബുയൂത്തുൽ മാലൂമാത്താണ് നമ്മുടെ ഉള്ളിൽ കെട്ടിപ്പടുക്കുന്ന ആദ്യം എന്ന് പറയുന്നത് ഏറ്റവും പ്രഥമവും പ്രധാനവുമായതെന്നാണ്. ഇപ്പം അവല് മോമിനാണ് മൂസ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുമ്പ് മോമിനില്ല എന്നല്ല. അവല് മുസ്ലിമാണ് ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുമ്പ് മുസ്ലിമില്ല എന്നുള്ള അർത്ഥത്തിനല്ല. അവല് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തലത്തിലേക്ക് എത്തുമ്പോഴാണ് അവല് എന്ന് പറയുന്നത്. അഫ്ലൽ എന്നുള്ള അർത്ഥത്തിലേക്കാണ് അത് വരുന്നത് അവല്. അത് അവിടെയൊക്കെ വിശദീകരണം ആവശ്യമാണ്, പക്ഷെ അവിടേക്കൊക്കെ വിശദീകരണത്തിന് പോയാൽ ബക്ക പോകും. അതുകൊണ്ടാണ്. അപ്പോൾ നാം നമ്മുടെ ഉള്ളിൽ കെട്ടിപ്പടുക്കുന്ന ചിന്തകളുടെയും അറിവുകളുടെയും ബൈത്തിൻ്റെ തുടക്കം എവിടെ നിന്നാണ്? ഏറ്റവും ശ്രേഷ്ഠമായതും അതിൻ്റെ തുടക്കവും എവിടെ നിന്നാണ്? ബക്ക കൊണ്ടാണ് എന്നാണ് പറയുന്നത്. ബി ബക്ക എന്നാണ്. ബി ഞാൻ എപ്പോഴും പറയാണ്ട് ബി വാസിത്തത്താണ്, അല്ലെങ്കിൽ ബി ഇസ്തിയാനത്താണത്. ബൗൽ ഇസ്തിയാനത്താണ്. അത് ബി ബദർ പറഞ്ഞപ്പോൾ പറഞ്ഞു അവിടെ ഇപ്പോൾ പ്രദേശമല്ല. ബി ബക്ക അതുപോലെ തന്നെ പ്രദേശമല്ല, അത് സമാനോ മക്കാനോ താരീഖോ ഖുർആനിൻ്റെ വിഷയമേ അല്ല. ഇപ്പം ഞാൻ പറഞ്ഞു മഷ്അറുൽ ഹറാമിൽ അള്ളാഹുവിന് അടുത്ത് വെച്ച് അള്ളാഹുവിനെ എന്താന്ന് പറയുന്ന ആ തലത്തിലേക്ക് നമ്മൾ എത്തുമ്പോഴാണ് ദൈവികത നമ്മളിൽ നിന്ന് ആവിഷ്കരിക്കേണ്ടത്. മഷ്അറുൽ ഹറാം എന്ന് പറയുന്നത് ഒരു പ്രദേശമായിട്ട് പറയുന്ന ആളുകളുണ്ട്. നേരെ മറിച്ച് അവൻ്റെ ഉള്ളിലെ ഷുഊർ നടക്കുന്ന മനസ്സാണ് എന്ന് പറയുന്ന ആ ഇടമാണ് അത്. ആ തലത്തിൽ മഷ്അറുൽ ഹറമിലേക്ക് അവനെ എത്തുമ്പോഴാണ്, അവിടെ വെച്ചിട്ടാണ് ഫദ്കുറുല്ലാഹ എന്ന് ചെയ്യേണ്ടത്. ആ ദിക്റുള്ളേക്ക് നടക്കുന്നത് മനുഷ്യ മനസ്സിൽ നിന്നാണ് ദിക്റുള്ള വരുന്നത്. അല്ലാതെ ഇപ്പോൾ കോഴിക്കോട് എത്തുമ്പോൾ നിങ്ങൾ അള്ളാഹുവിനെ ഒന്ന് സ്മരിക്കുക, അല്ലെങ്കിൽ പാലക്കാട് എത്തുമ്പോൾ, അല്ലെങ്കിൽ മലപ്പുറത്തെത്തുമ്പോൾ നിങ്ങൾ അള്ളാഹുവിനെ മലപ്പുറത്തെത്തുമ്പോൾ
അവിടെ എത്തുമ്പോൾ നിങ്ങൾ അള്ളാഹുവിനെ ഒന്ന് സ്മരിക്കുക എന്നൊക്കെ പറയുന്നത് എന്താണ്? അപ്പോൾ മഷർ നമ്മുടെ ഷുഊർ നടക്കുന്ന ഇടം എന്ന് ഞാൻ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. അത് എന്നതുപോലെ തന്നെ ബി ബക്ക എന്ന് പറയുന്ന ബക്കയുടെ ഇസ്തിആനത്തോട് കൂടിയാണ് ഈ ബൈത്ത് കെട്ടിപ്പടുക്കുന്നത് എന്നാണ്. അതാണ് ലല്ലദീ ബി ബക്കത്ത എന്ന് പറയുന്നത്. അപ്പോൾ ബക്ക എന്ന് പറയുന്ന വാക്കൊന്ന് എന്താണ് ശ്രദ്ധിക്കുക. ബക്ക എന്ന് പറഞ്ഞാൽ കബ്ബ എന്ന് പറയുന്നത് നമ്മൾ ഒഴിച്ചു കളയാന്നാണ്. തഫ്രീഖാണ്. ഒഴിച്ച് ഒരു വസ്തു, ഒരു പാത്രം, നമ്മൾ അതിലുള്ള വസ്തു അങ്ങോട്ട് ഒഴിച്ച് കളഞ്ഞ് അതിനെ കാലിയാക്കുന്നതാണ് കബ്ബ. ഖുർആനിൽ കുബ്കിബു ഫിന്നാരി ഒഹും ഫിന്നാരി ഒഹും എന്ന് പറയുന്നുണ്ട്. കുബ്കിബു ഫിന്നാരി എന്ന് പറയുന്നുണ്ട്. കുബ്കിബു അവരും ഒൽഗാവൂൻ. അപ്പോൾ അതിന് നമ്മൾ എഴുതിയിരിക്കണ എന്താന്ന് പറഞ്ഞാൽ അവർ നരകത്തിൽ തലകുത്തി മറിയുന്നൊക്കെയാണ്. അഫമയംഷി മുക്കിബൻ അല വജഹിഹി എന്ന് പറഞ്ഞാൽ മുഖം കുത്തി നടക്കുക എന്നൊക്കെയാണ് അതിന് അർത്ഥം എഴുതിയിരിക്കണത്. പിന്നെ എങ്ങനെ ശരിയാകുക? വജഹ് എന്താണ്, മുക്കിബ് എന്താണ്? ഇപ്പം ഞാൻ അവിടേക്ക് പോകണില്ല. കബ്ബ എന്ന് പറയുന്നത് നമ്മൾ ഒഴിച്ച് കളയാന്നാണ് ഒരു വസ്തുവിന്. നമ്മളിപ്പോൾ ഒരു പാത്രത്തിൽ എന്തെങ്കിലും ഉണ്ട്, ഇപ്പോൾ കുറച്ച് വെള്ളമുണ്ട്, അതിന് മുഴുവൻ ഒഴിച്ച് കളഞ്ഞാൽ പാത്രം കാലിയാക്കുകയാണ്, അതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല. എന്നതുപോലെ തന്നെ ബക്ക എന്ന് പറഞ്ഞാൽ അതിന് നേരെ ഇതാണ്, തെജ്മിയാണ്, ശേഖരിക്കുകയാണ്. അപ്പോൾ വിജ്ഞാനങ്ങളെയും ചിന്തകളെയും ശേഖരിച്ചുകൊണ്ട് ഒരുമിച്ച് ചേർത്തുകൊണ്ട് അത് നമ്മിലേക്ക് കൂട്ടിവെച്ചുകൊണ്ടാണ് ഈ നിങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്തകളുടെയും വിജ്ഞാനത്തിൻ്റെയും വീട് കെട്ടിപ്പടുക്കേണ്ടത് എന്നാണ്. അതാണ് ഇന്ന അവല ബൈത്തിൻ ഉലിയ ലിന്നാസിൽ അല്ലദീ ബി ബക്കത്ത എന്ന് പറയുന്നത്. മുബാറക്കൻ വഹുദല്ലിൽ ആലമീൻ എന്ന് പറയുന്നതാണ്. അതാണ് നിങ്ങൾക്ക് ഹിദായത്ത് തരുന്നത്. ആലമീൻ എന്ന് പറഞ്ഞാൽ ലോകർക്ക് എന്നല്ല. വിജ്ഞാനത്തിൻ്റെ രണ്ട് മേഖലകളാണ് ഇൽമുൽ ഖുർആനും ഇൽമുൽ ലിസാനും. അപ്പോൾ ഇൽമുൽ ലിസാനും ഇൽമുൽ ഖുർആനും ഈ രണ്ട് തലങ്ങളിലേക്കും നിങ്ങൾക്ക് മാർഗനിർദ്ദേശവും വഴികാട്ടിയുമാവുന്നത് അതാണ് എന്നാണ്. അല്ലാതെ ഒരു കെട്ടിടം എങ്ങനെ മുബാറക്കാകുക, ലോകത്തിന് വഴികാട്ടിയാകുക? ഞാനത് കുറിച്ച് കൂടുതലും പറയണില്ല. പിന്നെ അതിന് ശേഷം പറയുന്നത് ആയാത്തും ബയ്യനാത്താണ്, മഖാമു ഇബ്രാഹിമാണ് എന്നൊക്കെയാണ്. അതിനൊക്കെ നമ്മളിപ്പോൾ എഴുതിയിരിക്കുന്നതും ഇബ്രാഹിമിൻ്റെ 2 കാലടിയാണ്, അവിടെ ചെരുപ്പ് പതിഞ്ഞ 2 സ്ഥലമൊക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരാളുടെ നിലപാടും അയാൾ തൻ്റെ ജീവിതത്തിൽ സ്വീകരിക്കുന്നത് അതാണ് അയാളുടെ കാൽപ്പാടുകൾ എന്ന് പറഞ്ഞ ആളുകൾ അത് കാൽപ്പാടന്നെയാക്കി മനസ്സിലാക്കി. പിന്നെ എന്താ ചെയ്യുക? അയാളുടെ കാൽപ്പാടുകളെ പിന്തുടരണം എന്ന് പറഞ്ഞാൽ അയാൾ വെട്ടിത്തെളിച്ച വിജ്ഞാനത്തിൻ്റെ വഴിയാണെന്നൊന്നും ഒരു സാധാരണക്കാരന് പറഞ്ഞാൽ വരെ മനസ്സിലാവുന്ന വിഷയമായിരുന്നു അത്. പക്ഷേ അതും 2 ചെരുപ്പിനെ കാലിൻ്റെ 2 പാടാക്കി മാറ്റി. അതൊക്കെ ഒരുപാട് വിശദീകരിക്കേണ്ട കാര്യങ്ങളാണ്. ഇപ്പം മക്കാമ് എന്ന് പറയുന്ന ഖുർആനിൽ വന്ന മക്കാമൊക്കെ വിശദീകരിക്കേണ്ടി വരും. അപ്പോൾ ബക്ക എന്ന് പറയുന്നത് നമ്മളെ ജ്ഞാനശേഖരണം, ചിന്തകളുടെ ശേഖരണത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് അവ്വല് ബൈത്ത് നിർമ്മിക്കപ്പെടുന്നത്, അവിടെ സൃഷ്ടിക്കപ്പെടുന്നത് എന്നാണ് ഇന്ന അവ്വല ബൈത്തിൻ മുലിയ ലിന്നാസി എന്ന് പറയുന്നത്. ഇത് നാസിനാണെങ്കിൽ ബൈത്തുൽ മഅമൂറിലേക്കാണ് പിന്നെ അതിൻ്റെ യാത്ര. ബൈത്തുൽ അതീക്കിലൂടെ ബൈത്തുൽ മഅമൂറിൽ എത്തുമ്പോഴാണ്, അവിടെ വെച്ചിട്ടാണ് അള്ളാഹുവിനെ പൂർണ്ണമായിട്ടും നമുക്ക് ദർശിക്കാൻ സാധിക്കുക. അതായത് തഅമീർ, ഇമാറത്ത്, ഉമർ എന്നൊക്കെ പറയുന്നത് അതാണ്. ആ ബൈത്തുൽ മഅമൂറിലേക്കുള്ള അവ്വൽ ബൈത്തിൽ നിന്ന് ബൈത്തുൽ മഅമൂറിലേക്ക് നമ്മൾ എത്തണം. അവിടെ നിന്നാണ് ഈ ബക്കയിൽ നിന്നാണ്, ബക്ക കൊണ്ടാണ്, അതായത് വിജ്ഞാനത്തെയും ചിന്തകളെയും ഓരോന്നോരോന്നായിട്ട് ശേഖരിക്കുകയും ഒരുമിച്ച് ചേർക്കുകയും ചെയ്തുകൊണ്ട് നിങ്ങളുടെ വിജ്ഞാനത്തിൻ്റെ ചിന്തകളുടെ ലോകം നിങ്ങൾ കെട്ടിപ്പടുക്കപ്പെടണം എന്നാണ് അവിടെ പറയുന്നത്. അതാണ് നിങ്ങൾക്ക് വിജ്ഞാനത്തിൻ്റെ 2 മേഖലകളിലേക്ക് നിങ്ങൾക്ക് വഴികാട്ടിയാകുന്നത്. നിങ്ങൾക്ക് വിജ്ഞാനത്തിൻ്റെ ബർക്കത്ത്, അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് അങ്ങനെയാണ് എന്നാണ് പറയുന്നത്.
ഇബ്രാഹിം തൻ്റെ ജീവിതത്തിൽ വെട്ടിത്തെളിച്ച വഴി അതാണ് മഖാമ ഇബ്രാഹിം. അതൊക്കെ നമുക്ക് പിന്നീട് വിശദീകരിക്കാം. അപ്പോൾ ബക്ക എന്ന് പറയുന്നത് തെജിമിയ ആണ്, ഒരുമിച്ച് ചേർക്കലാണ്, ഒരുമിച്ച് കൂട്ടലാണ്, ശേഖരണമാണ്. കബ്ബ എന്ന് പറയുന്നത് ഒഴിച്ചു കളയലാണ്. അതാണ് കുബ്കിബു ഫിന്നാർ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധയിൽ വെക്കുക. പൂർണ്ണമായിട്ടും മനസ്സിലായിട്ടില്ലെങ്കിൽ ഇനി തുടർന്ന് വരുന്ന ക്ലാസ്സുകളിൽ ഓരോന്നും മനസ്സിൽ വ്യക്തമായി മനസ്സിലാവും. ഒമാക്കാന സലാത്തുഹും എന്തൽ ബൈത്തി മുക്കാഅം വ തസ്തിയ എന്നൊക്കെ പറയുന്ന ആ തലത്തിലേക്ക് ബി ബത്തിനി മക്ക എന്നൊക്കെ പറയുമ്പോൾ ഇത് രണ്ടും കൂടി ചേർത്ത് അവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ തമ്മിൽ വിശദീകരിക്കുമ്പോൾ കൂടുതൽ എന്തെങ്കിലും സംശയങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സലാം.